പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റബീഉൽ അവ്വൽ വന്നു കഴിഞ്ഞു. എല്ലാ നാടുകളിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർമ്മകൾ സജീവമാക്കുന്നതിന് മൗലിദ് പാരായണം, മദ്ഹ് പ്രഭാഷണം, കീർത്തനങ്ങൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിജ്ഞാനത്തിനും വിജ്ഞാന സമ്പാദനത്തിനും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയ ഒരു വലിയ നേതാവ് എന്ന നിലയിൽ തിരുദൂതരെ കാണാനും പരിചയപ്പെടുത്താനും നാം ശ്രദ്ധിക്കണം. 2 അറിവുകളാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിലൂടെ പ്രത്യേകം പ്രേരിപ്പിച്ചിട്ടുള്ള വിജ്ഞാനം, അത് ആത്മീയമായ വിജ്ഞാനമാണ്. അതേസമയത്ത് ആത്മീയ വിജ്ഞാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരലോകത്ത് വിജയം ലഭിക്കുന്ന വിജ്ഞാനം എന്നതാണ്. ഭൗതിക വിഷയങ്ങൾ പഠിച്ച് മനസ്സിലാക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യും. അപ്പോൾ സ്കൂൾ, കോളേജ് തലങ്ങളിലുള്ള പഠനങ്ങൾ അനിവാര്യമാണ്. ആത്മീയ വിജ്ഞാനമാകട്ടെ അതിലേറെ പ്രധാനവുമാണ്. അത് രണ്ടും തുല്യ പ്രാധാന്യത്തോടെ അഭ്യസിക്കണം എന്ന് പഠിപ്പിച്ച ഒരു വലിയ നേതാവിനെ ലോകത്തിന് പരിചയപ്പെടുത്താൻ ആർക്കാണ് മടിയുണ്ടാവുക? അപകർഷതാബോധം തീരെ ഉണ്ടാവരുത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നാം കാണുന്നു, ഹസൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച്, അൽ ഇൽമു ഇൽമാനി, ഇൽമുൻ ഫിൽ ഖൽബി ഫദാലിക്കൽ ഇൽമുൻ നാഫിഉ വഇൽമുൻ അലൽ ലിസാൻ ഫദാക ഹുജ്ജത്തുല്ലാഹി അസ്സ വജല്ല അല ബനി ആദം. മനുഷ്യൻ പഠിക്കേണ്ട 2 അറിവുകളെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിച്ചു. ഒന്ന്, ഹൃദയത്തെ ശുദ്ധിയാക്കുന്ന അറിവ്. അഹങ്കാരം പാടില്ല, അസൂയ പാടില്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല. അതാണ് ഹൃദയത്തെ ശുദ്ധിയാക്കുന്ന അറിവ്. മതപഠനം. നമ്മുടെ സമുദായത്തിലുള്ള ഓരോ കുട്ടിയും ഇന്ന് ഭൗതികമായി വലിയ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ലത് തന്നെ. പക്ഷേ സ്വന്തം ഹൃദയത്തെ നന്നാക്കിയെടുക്കാൻ ആവശ്യമായ അറിവുകൾ മദ്രസകളിൽ നിന്ന്, ദർസുകളിൽ നിന്ന്, മത വിജ്ഞാന പരമ്പരകളിൽ നിന്ന് ഉൾക്കൊള്ളാൻ തയ്യാറാവണം. അത് ഉൾക്കൊള്ളാതെ മറ്റൊരു അറിവ് മാത്രം പിന്തുടരുകയാണെങ്കിൽ അത് അബദ്ധമാണ്. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ പറയുന്നത്, ഇൽമുൻ അലൽ ലിസാൻ, നാവിന്മേൽ മാത്രം കറങ്ങുന്ന അറിവുകൾ. ഹൃദയത്തിൽ ഒരു മാറ്റവും ആ അറിവുകൾ കൊണ്ട് ലഭിക്കുകയില്ല. അപ്പോൾ പഠിക്കുന്ന വിഷയം ഭൗതിക വിഷയമായാലും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ എന്നുള്ള വിഷയമായാലും അതിലെല്ലാം നാം ഉദ്ദേശിക്കേണ്ടത്, ആഗ്രഹിക്കേണ്ടത്, എൻ്റെ ഹൃദയം നന്നാകണം, ഞാൻ എല്ലാ മനുഷ്യരോടും സ്നേഹമുള്ളവനായി ജീവിക്കണം, അന്യന് പ്രയാസമുണ്ടാക്കുന്ന യാതൊന്നും ഞാൻ ചെയ്യരുത്. ആ ഒരു ചിന്തയോടുകൂടി മനുഷ്യൻ മുന്നോട്ട് നീങ്ങുമ്പോൾ അവന് ഇവിടെയും വിജയമാണ്, മരണാനന്തര ജീവിതത്തിലും വിജയമാണ്. അതല്ല, പരലോകത്തെ മറന്നുകൊണ്ട്, അള്ളാഹുവിനെ മറന്നുകൊണ്ട്, ഹൃദയം ശുദ്ധീകരിക്കാൻ മറന്നുകൊണ്ട് കുറേ പാടുകയും പറയുകയും വാചകമടിക്കുകയും മൈഷത്തിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുന്ന കാര്യങ്ങളുടെ പിന്നാലെ കൂടുകയും ചെയ്താൽ നാളെ പരലോകത്ത് അത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിപത്തിലേക്കാണ് അവനെ നയിക്കുക. ഈ ഒരു കാര്യം റബീഉൽ അവ്വലിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ പങ്കെടുക്കുന്നത് ആത്മീയ ശുദ്ധി നേടിയെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഏത് തലത്തിലുള്ള ഉയർന്ന പഠനങ്ങൾ നടത്തുന്ന ഭൗതിക വിദ്യാർത്ഥികൾക്കും ഹൃദയശുദ്ധി വരാൻ ആവശ്യമായ പഠനങ്ങൾ മൗലിദിൻ്റെ മജ്ലിസുകളിൽ നിന്ന് ലഭിക്കുന്നു. അവിടെ സ്വർഗം കിട്ടാനും സ്വർഗത്തിലേക്ക് എത്താനുമുള്ള വഴികളാണല്ലോ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കും. അതുതന്നെയാണ് ഹൃദയത്തിന് സമാധാനം നൽകുന്ന അറിവ്. ഇൻഷാ അല്ലാഹ് അങ്ങനെ
രണ്ട് അറിവുകളെ സമന്വയിപ്പിച്ചുകൊണ്ട് അപ്പോൾ തന്നെ ഹൃദയശുദ്ധി ഉണ്ടാക്കുന്ന തസ്കിയത്ത് നൽകുന്ന അറിവുകൾക്ക് ഏറെ സമയം നൽകിക്കൊണ്ട്, പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഈ മാസവും ഈ മാസത്തിലെ സദസ്സുകളും നമുക്ക് പ്രേരണയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നബിദിനത്തിൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.